ബ്രസ്റ്റ് ഫീഡിംഗ് വീക്കിൽ ബ്രസ്റ്റ് ഫീഡിംഗ് മദേഴ്സിനോട് ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. മദർ ഫീഡിങ്ങിനായി ഇരിക്കുമ്പോൾ എപ്പോഴും കംഫർട്ടബിൾ ആയിരിക്കുക. അതായത് ബാക്ക് സപ്പോർട്ട് എപ്പോഴും നല്ലതാണ്. ഒരു പില്ലോയോ കുഷ്യനോ വെച്ചിട്ട് ബാക്ക് നല്ല സപ്പോർട്ടിൽ ഇരിക്കണം, സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. കുട്ടിയെ എങ്ങനെ പൊസിഷൻ ചെയ്യണമെന്നാൽ കുട്ടി മദറിൻ്റെ അടുത്തോട്ട്, മദറിൻ്റെ ബ്രസ്റ്റിൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് എടുക്കുകയല്ലാതെ ഒരിക്കലും അമ്മ കുനിഞ്ഞിട്ട് കുട്ടിയുടെ അടുത്തോട്ട് പോകാൻ പാടില്ല. അത് ഒരു ബാഡ് പൊസിഷനിങ് ആണ്. അതുപോലെ തന്നെ സൈഡ് ചേഞ്ച് ചെയ്യുന്നത്, ഒരു സൈഡ് കുടിപ്പിച്ചിട്ട് രണ്ടാമത്തെ സൈഡിലോട്ട് പോകുമ്പോൾ ഒരു സൈഡിൽ 15-20 മിനിറ്റെങ്കിലും കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഫസ്റ്റ് വരുന്ന പാല് എപ്പോഴും തിന്നായിരിക്കും, ന്യൂട്രീഷൻ കുറഞ്ഞതായിരിക്കും. ബാക്കിലെ പാല്, അതായത് ഹൈൻ മിൽക്കാണ് കൂടുതൽ ന്യൂട്രീഷ്യസ് ആവുക. അതുകൊണ്ട് 15 മിനിറ്റോളം ഒരു സൈഡ് കുടിപ്പിച്ചിട്ട് മാത്രമേ നെക്സ്റ്റ് സൈഡിലോട്ട് പോകാൻ പാടുള്ളൂ. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ പലരും ചെയ്യുന്ന ഒരു തെറ്റാണ് നിപ്പിൾ ഫീഡിങ് ചെയ്യുക എന്നുള്ളത്. നിപ്പിൾ ഫീഡിങ് അല്ല ചെയ്യുക, ഏരിയോളാർ ഫീഡിങ്ങും കൂടെ ചെയ്യണം. അതായത് നിപ്പിളിൻ്റെ കൂടെ അതിൻ്റെ ചുറ്റുമുള്ള ബ്ലാക്ക് ഏരിയയും കൂടെ കുട്ടീൻ്റെ വായിൽ പോകണം. ആ രീതിയിൽ വേണം പാലൂട്ടാൻ. അതുപോലെ തന്നെ ബ്രസ്റ്റ് മിൽക്ക് കുറവാണോ എന്ന് നിങ്ങളിങ്ങനെ ടെൻഷൻ അടിക്കരുത്. ടെൻഷൻ അടിക്കുന്നതിനനുസരിച്ച് ബ്രസ്റ്റ് മിൽക്ക് കുറയാൻ സാധ്യതയുണ്ട്. കുട്ടി ഹാപ്പിയാണ്, കുട്ടി അത്യാവശ്യം നല്ല രീതിയിൽ ഉറങ്ങുന്നുണ്ട്, കുട്ടി പ്രത്യേകിച്ച് കരച്ചിലൊന്നുമില്ല, കുട്ടി വെയിറ്റ് കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രസ്റ്റ് മിൽക്ക് ആഡിക്വേറ്റ് ആണ് എന്നർത്ഥം. അതിനെപ്പറ്റി അധികം വറി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഫീഡ് ചെയ്യുമ്പോൾ നിപ്പിൾ ഇങ്ങനെ സിസേഴ്സ് പോലെ പിടിക്കുന്നതിൽ നല്ലത് എപ്പോഴും ഒരു C ഷേപ്പ് U ഷേപ്പ് ആയിട്ട് പിടിച്ചിട്ട് കുട്ടിയുടെ വായിലോട്ട് നിപ്പിൾ വെച്ച് കൊടുക്കുക. അതാണ് പ്രോപ്പറായിട്ടുള്ള ഒരു രീതി. താങ്ക് യു സോ മച്ച്.